നമസ്കാരം. നീയോ മുന്നിൽ അതോ ഞാനോ? അംബാനി അദാനി തർക്കം തുടങ്ങിയിട്ട് കൊല്ലം കുറെയായി. എന്തായാലും അതിനൊരു തീരുമാനമായി. അദാനി ഗ്രൂപ്പ് കമ്പനികൾക്ക് പുതുതായി വായ്പ അനുവദിക്കുന്നത് തൽക്കാലത്തേക്ക് നിർത്തിവെക്കുമെന്നാണ് രാജ്യാന്തര ബാങ്കുകൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ട് പ്രകാരം ഗൗതം അദാനി അടക്കമുള്ളവർക്കെതിരെ അമേരിക്കൻ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചതിനെ തുടർന്നാണിത്. വൻകിട പദ്ധതികളിലുള്ള മുതൽ മുടക്കിനെ ഇത് പ്രതിസന്ധിയിലാക്കിയേക്കും. കേസ് അമേരിക്കൻ കോടതിയിലായതിനാൽ കടുത്ത ശിക്ഷ ഉണ്ടായേക്കാം. കേസ് ശക്തമായി മുന്നോട്ട് നീങ്ങിയാൽ പ്രതികളെ വിട്ടുകിട്ടുന്നതിനുള്ള നടപടികൾ യുഎസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായേക്കാമെന്ന് ഇന്ത്യൻ അമേരിക്കൻ അറ്റോർണി രവി ബത്ര പറയുന്നു. 1997 ഇന്ത്യയും യുഎസും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടി പ്രകാരം പ്രതികളെ വിട്ടു നൽകേണ്ടി വരും. പക്ഷേ അത്യപൂർവം കേസുകളിലെ ഇത് സംഭവിക്കാറുള്ളൂ എന്നും ബത്ര പറഞ്ഞു. അതേസമയം അദാനിക്കെതിരായ അഴിമതി ആരോപണങ്ങൾ ഇന്ത്യ യുഎസ് ബന്ധത്തെ ബാധിക്കില്ലെന്ന് വൈറ്റ് ഹൌസും വ്യക്തമാക്കിയിട്ടുണ്ട്. സൗരോർജ്ജ കരാറുകൾ ലഭിക്കാൻ ഇന്ത്യയിലെ വിവിധ സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനി നേരിട്ട് ഇടപെട്ട് കൈക്കൂലി വാഗ്ദാനം ചെയ്തെന്നും ഇക്കാര്യം മറച്ചുവെച്ച് തെറ്റിദ്ധരിപ്പിച്ചാണ് കമ്പനി യുഎസ് നിക്ഷേപകരിൽ നിന്ന് മൂലധനം സമാഹരിച്ചെന്നും കാട്ടിയാണ് അദാനിക്കെതിരെ യുഎസിലെ നികുതി വകുപ്പ് വഞ്ചന, അഴിമതി, ക്രിമിനൽ ഗൂഢാലോചന കുറ്റങ്ങൾ ചാർത്തി കേസെടുത്തതും അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചതും. ഇതോടെ അദാനി ഗ്രൂപ്പ് യുഎസിലെ കടപ്പത്ര വിൽപ്പനയും കേസിന്റെ പശ്ചാത്തലത്തിൽ റദ്ദാക്കിയിട്ടുണ്ട്. $60 കോടി, അതായത് ഏകദേശം 5000 കോടി രൂപ സമാഹരിക്കാനുള്ള നീക്കമാണ് ഒറ്റയടിക്ക് തകർന്നത്. എന്നാൽ യുഎസ് നികുതി വകുപ്പ് ചുമത്തിയ കേസ് അടിസ്ഥാനരഹിതമാണെന്നും തെളിവ് സഹിതം സ്ഥിരീകരിക്കാത്തിടത്തോളം ആരോപണ വിധേയർ നിരപരാധിയാണെന്നും യുഎസിന്റെ നീക്കത്തിനെതിരെ നിയമവഴി തേടുമെന്നും അദാനി ഗ്രൂപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. പൂർണ്ണമായും നിയമങ്ങൾ അനുസരിച്ചും സുതാര്യമായുമാണ് കമ്പനിയുടെ പ്രവർത്തനമെന്നും ഗ്രൂപ്പ് വ്യക്തമാക്കുന്നു. കേസെടുത്തുവെന്ന റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ SNDP, മൂഡീസ് തുടങ്ങിയ റേറ്റിംഗ് ഏജൻസികൾ അദാനി ഗ്രൂപ്പിന്റെ റേറ്റിംഗ് താഴ്ത്തിയെങ്കിലും ഓഹരികളുടെ വ്യാപാരത്തെ ഇത് ഉലച്ചിട്ടില്ല. സംഭവത്തിന് പിന്നാലെ മറ്റൊരു തിരിച്ചടിയും അദാനി ഗ്രൂപ്പിന് ഉണ്ടായി. കെനിയയിലെ പ്രസിഡന്റ് വില്യം റൂട്ടോയാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. കെനിയൻ ഇന്റർനാഷണൽ എയർപോർട്ട്, കെനിയൻ വൈദ്യുതി പ്രസരണ കമ്പനി എന്നിവയുമായി അദാനി ഗ്രൂപ്പ് ഏർപ്പെട്ട ഉടമ്പടികളെല്ലാം റദ്ദാക്കിയതായാണ് കെനിയൻ പ്രസിഡന്റ് അറിയിച്ചത്.